ഇടുക്കിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസാണ് കുട്ടിക്കാനം. സോ ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ കുട്ടിക്കാനത്തിനടുത്തുള്ള കുറച്ച് നല്ല പ്ലേസസ് പരിചയപ്പെടുത്താം. ഈ മൺസൂണിൽ ഇടുക്കിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസാണ് കുട്ടിക്കാനം. ഇടുക്കിയിലെ തന്നെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസാണ് കുട്ടിക്കാനം. എൻ്റെ 3 ദിവസത്തെ യാത്രയിൽ ഞാൻ കണ്ട 6 പ്ലേസസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്ന പ്ലേസിലൊക്കെ പറ്റുവാണെങ്കിൽ രാവിലെ തന്നെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം രാവിലെ ഈ പ്ലേസസ് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മൾ ഈ പോകുന്ന പ്ലേസിലൊക്കെ ഫീയോ മറ്റു കാര്യങ്ങളോ ഇല്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്ലേസിൽ നമ്മൾ റീച്ചായി. അത് വേറൊന്നുമല്ല, ദ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ കുട്ടിക്കാനം, ദ പൈൻ ഫോറസ്റ്റ്. രാവിലെ ആയതുകൊണ്ട് തന്നെ അവിടെ അത്രയ്ക്ക് ആളോ ബഹളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാനത്ത് വെച്ച് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് പൈൻ ഫോറസ്റ്റ്. ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തോടെ ചുമ്മാ ഈ നടക്കുന്നത് തന്നെയാണ്. ഞാൻ ചെന്നപ്പോൾ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ കുറേ നേരമൊക്കെ അതിലെ നടന്നു. അത്യാവശ്യം ചെറുതായിട്ട് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആ മഴയും കോടയൊക്കെ കൊണ്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോകാൻ വേണ്ടി. നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോകാൻ പോകുന്നത് കട്ടപ്പന കുട്ടിക്കാനം റോഡിലൂടെയാണ്. കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്ററോളം അകലെയാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലേസ്. കട്ടപ്പന കുട്ടിക്കാനം റോഡിലൂടെയുള്ള ബൈക്ക് യാത്ര ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. കാരണം റോഡിൻ്റെ ഇരുവശങ്ങളിലുമായുള്ള തേയിലയും മഞ്ഞും മഴയൊക്കെ കൊണ്ട് ബൈക്കിൽ പോകാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഒരു ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് അവിടുന്ന് പയ്യെ ഞാനങ്ങ് നീങ്ങി. നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് വെച്ചാൽ 2019 ഇറങ്ങിയ ലാലേട്ടൻ്റെ ലൂസിഫർ എന്ന മൂവിയിലെ ചർച്ച് ഉണ്ട്. ലൂസിഫർ ചർച്ച് എന്നറിയപ്പെടുന്ന സെൻറ്റ് ആൻഡ്രിയസ് ചർച്ച്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ. അങ്ങോട്ട് പോകാൻ 2 വഴികളുണ്ട്, വാഗൺ വഴിയും കുട്ടിക്കാനം കട്ടപ്പന വഴിയും. ഞാൻ ചൂസ് ചെയ്തത് രണ്ടാമത്തെ വഴിയാണ്. കാരണം രണ്ടാമത്തെ വഴി ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റിലൂടെയാണ് പോകുന്നത്. ഇന്നിപ്പോൾ കുറച്ച് നമുക്കൊരു ഓഫ് റോഡൊക്കെ ചെയ്തൊന്ന് പോകാമെന്ന് കരുതിയാണ് രണ്ടാമത്തെ വഴി ചൂസ് ചെയ്തത്. ആ ഓഫ് റോഡ് വഴി ഞാനൊരു 4 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ മെയിൻ റോഡിലോട്ടെത്തി. അവിടെ നിന്നൊരു 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിലോട്ടൊരു മണ്ണിട്ട വഴിയുണ്ട്. ആ വഴിയിലൂടെ ഒരു 200 മീറ്റർ വന്നാൽ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ ലൂസിഫർ ചർച്ചിലേക്ക് എത്താം.
നമ്മളിൽ പലരും ഇങ്ങനൊരു ചർച്ച ഇവിടെ ഉണ്ടെന്നറിഞ്ഞത് ലൂസിഫർ മൂവി ഇറങ്ങിയ ശേഷമായിരിക്കും. ലൂസിഫർ മൂവി ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ പള്ളി ഇങ്ങനെയല്ലായിരുന്നു, കുറച്ചിടിഞ്ഞു പൊളിഞ്ഞൊക്കെ ആയിരുന്നു. മൂവിക്ക് വേണ്ടി ബാക്കിയും കൂടെ അവരിടിച്ചു പൊളിച്ചാണ് നമ്മൾ കാണുന്ന രീതിയിലാക്കിയത്. ഷൂട്ടിങ്ങിന് ശേഷം സിനിമാ അധികൃതർ തന്നെ പള്ളി പണിതു കൊടുക്കുകയും ചെയ്തു. പള്ളിയുള്ളത് ഒരൊറ്റപ്പെട്ട മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നും. ഞാൻ നോക്കിയിട്ട് ചുറ്റുവട്ടത്തൊന്നും ഒരു വീട് പോലും കണ്ടില്ല. ഈ പള്ളി നേരത്തെ ഡ്രാക്കുള ചർച്ച് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ലൂസിഫർ മൂവിക്ക് ശേഷമാണ് ലൂസിഫർ ചർച്ച് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഈ പള്ളി പണിയുന്നത് 1952 ഒരു ബ്രിട്ടീഷുകാരനായ JM വിൽക്കി. അന്ന് ഇത് പണിയുന്നത് ഇവിടെ വരുന്ന തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. ദൂരെ നിന്നാണ് ഈ തൊഴിലാളികൾ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. കാലക്രമേണ ഇവിടെ ആരും വരാതെയായി, പള്ളി പൂട്ടിയിട്ടു. അതിനുശേഷമാണ് നാട്ടുകാർ ഈ പള്ളിയെ ഡ്രാക്കുള ചർച്ച് എന്ന് പറയാൻ തുടങ്ങിയത്. ഈ പ്ലേസ് ആയിരുന്നു എൻ്റെ ആദ്യ ദിവസത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ യാത്രയും നമ്മൾ തുടങ്ങി. ഇത് തുടങ്ങുന്നത് വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ പ്ലേസിൽ നിന്നാണ്. കുട്ടിക്കാനത്തു നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അകലെയാണ് വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് സത്രം എന്ന് പറഞ്ഞൊരു പ്ലേസാണ്. വണ്ടിപ്പെരിയാറിലെ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള വഴിയിലൂടെ ഒരു 10 കിലോമീറ്റർ പോകണം. ഈ സത്രം എന്ന് പറഞ്ഞ പ്ലേസ് അത്രയ്ക്ക് പോപ്പുലർ ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരുന്തുംപാറ എന്ന് പറഞ്ഞ പ്ലേസ് ഉള്ളത്. ഈ കാണുന്ന വഴിയിലൂടെ നേരെ പോയാൽ നമുക്ക് പരുന്തുംപാറയെല്ലാം, ലെഫ്റ്റ് സൈഡിലോട്ടുള്ള വഴിയിലൂടെ സത്രവും. ഇതിലെ കുറച്ചുകൂടെ ദൂരം പോകുമ്പോൾ നമുക്കൊരു ചെറിയ റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലേസ് ഉണ്ട്. ഒരു ചെറിയ അമ്പലവും 2 സൈഡിൽ തേയിലത്തോട്ടവും ഒക്കെ ആയിട്ട്. ഞാനും അവിടെ ഒരു ചെറിയ ബ്രേക്കൊക്കെ എടുത്തിട്ട് വയ്യ അങ്ങ് നീങ്ങി. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും രാവിലെ ജോലിക്ക് പോകുന്ന തോട്ടം തൊഴിലാളികളെ. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വിറ്റിയുടെ ഫാക്ടറിയും ഉള്ളത്. നമ്മൾ ഈ കാണുന്ന പ്ലേസ് വരെയാണ് ഗൂഗിൾ മാപ്പിലുള്ളത്. ഈ കാണുന്ന കോൺക്രീറ്റ് വഴിയിലൂടെയാണ് നമുക്കിനി പോകേണ്ടത്. ഈ കോൺക്രീറ്റ് റോഡ് പണിതിട്ട് ഒത്തിരി കാലമൊന്നും ആയിട്ടില്ല. നേരത്തെ ഇതിലെ പോകുന്നത് ഒരു പ്രത്യേക ഓഫ് റോഡ് ഫീൽ തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ളൊരു വണ്ടിയൊക്കെ ആണെങ്കിലും സത്രത്തിൻ്റെ അടുത്ത് വരെ എത്താനൊക്കെ കഴിയും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ സത്രത്തിലെത്തി. ഇവിടെ നിന്ന് ഈ മലനിരകൾ കാണാൻ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. സത്രം എന്ന് പറഞ്ഞ ഈ പ്ലേസ് അത്രയ്ക്ക് പോപ്പുലർ ഒന്നുമല്ല. സത്രത്തിനെക്കുറിച്ച് യൂട്യൂബിൽ നോക്കിയാലും അതിന് മാത്രം വീഡിയോസ് ഒന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ അതിന് മാത്രം ആൾക്കാരോ ബഹളമോ ഒന്നും കാണില്ല. ഇവിടെ വരുന്നതിലൊരു ഏറിയ പങ്കും മറ്റു സ്റ്റേറ്റുകളിൽ നിന്നാണ്. വരുന്ന ആളുകളിൽ ഏറിയ പങ്കും ഇതുപോലുള്ള ജീപ്പുകളിലാണ് വരുന്നത്. ഈ ജീപ്പുകളെല്ലാം വരുന്നത് തേക്കടി നിന്നാണ്. ഇടുക്കിയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ തേക്കടി. അവിടെ വരുന്ന സഞ്ചാരികളാണ് കൂടുതലും ഇവിടെ വരുന്നത്. ഈ വരുന്നവരെല്ലാം സത്രത്തിലെ ഒരു വനത്തിലൂടെയാണ് വരുന്നത്. അവിടെ ചെറിയ വൈൽഡ് ആനിമൽസ് ഒക്കെ സ്പോട്ട് ചെയ്യാറുണ്ട്. ഈ കാണുന്നതാണ് അവിടെ നിന്ന് വരുമ്പോഴുള്ള ഫസ്റ്റ് വ്യൂ പോയിന്റ്. അവിടെ നിന്നുമാണ് ഞാൻ നിൽക്കുന്ന ഈ മൗണ്ടൻ വ്യൂയിലോട്ട് വരുന്നത്. സത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവർ മൺസൂണിനെക്കാളും എന്തുകൊണ്ടും നല്ലത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. ആ മാസങ്ങളിൽ ഇവിടെ നല്ല കോടയൊക്കെ മൂടി അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ വരുന്നവർ കൂടുതലും ഡിസംബർ ജനുവരി മാസങ്ങളിൽ വരാൻ നോക്കുക. അങ്ങനെ സത്രത്തിലെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടി. ഞാൻ സത്രത്തിൽ നിന്ന് അടുത്തു പോയത് കുട്ടിക്കാനത്തിനടുത്ത് തന്നെയുള്ളൊരു വാട്ടർഫോൾസിലാണ്, മ്ലാമല വാട്ടർഫോൾസ്. അത്യാവശ്യം മോശം റോഡാണ് മ്ലാമല വാട്ടർഫോൾസിലോട്ടുള്ളത്. നമുക്കങ്ങോട്ട് പോകുന്ന വഴി തന്നെ ഒരു പഴയ ഒരു പാലമൊക്കെ കാണാൻ പറ്റും. ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ നിന്ന് കാണാൻ തന്നെ.
ഈ ഇരുമ്പ് പാലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പുതിയ പാലം പണിതിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാലം ആരും യൂസ് ചെയ്യാറില്ല. കുട്ടിക്കാനത്ത് നിന്ന് ഏതാണ്ട് 25 കിലോമീറ്ററോളം അകലെയാണ് ഈ മ്ലാമല വാട്ടർഫോൾസ് ഉള്ളത്. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ എണ്ണവും അവിടെ കുറവാണ്. പോകുന്ന വഴികളിലൊക്കെ ഒരു ഭംഗിയായി ഈ വയലറ്റ് പൂവിൻ്റെ മരങ്ങൾ നിൽക്കുന്നത് കാണാൻ പറ്റും. എന്നോട് ഈ വാട്ടർഫോൾസിനെ കുറിച്ച് പറഞ്ഞത് സത്രത്തിൽ വെച്ച് കണ്ടൊരു ജീപ്പ് ഡ്രൈവർ ചേട്ടനാണ്. ദൂരേന്ന് തന്നെ വാട്ടർഫോൾസിൻ്റെ നല്ല സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം ഈ പോകുന്ന വഴിയാണ്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ എപ്പം പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ വരുന്നവരും മാക്സിമം സൂക്ഷിച്ചു പോകാൻ നോക്കുക. ഇതിനു മുമ്പ് കണ്ട പല സ്ഥലങ്ങളിലും ഞാൻ ഒന്നിലധികം പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഈ വാട്ടർഫോൾസിൽ ഫസ്റ്റ് ടൈമാണ് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാട്ടർഫോൾസിനോട് പോയി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കിട്ടുന്നത്. നിങ്ങളുടെ ഒരു മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഈ മ്ലാമല വാട്ടർഫോൾസ്. ഈ വാട്ടർഫോൾസിന് താഴെ ഇറങ്ങി കുളിക്കാനുള്ളൊരു സൗകര്യമുണ്ടെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഞാൻ പോയ ടൈമിൽ വെള്ളത്തിന് നല്ല ഒഴുക്കായതുകൊണ്ട് തന്നെ ഇറങ്ങാൻ നിന്നില്ല. കുട്ടിക്കാനത്ത് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തു വരുന്നവർ ഇവിടെയും കൂടെ വിസിറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇവിടെ കടകളോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ വണ്ടിപ്പെരിയാറിൽ നിന്ന് തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക. ഇവിടെ അത്രയ്ക്ക് സഞ്ചാരികൾ വരാത്തതുകൊണ്ടാണെന്ന് തോന്നുമ്പോൾ ഇവിടെ എവിടെയും നമുക്ക് വേസ്റ്റ് ഒന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ വരുമ്പോഴും മാക്സിമം ഇവിടെ വേസ്റ്റ് ഒന്നും ഇടാതെ നോക്കുക. അങ്ങനെ എൻ്റെ 4ാമത്തെ ഡെസ്റ്റിനേഷനായ മ്ലാമല വാട്ടർഫോൾസും കണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ അടുത്ത ലൊക്കേഷൻ കുട്ടിക്കാനത്തിനടുത്ത് തന്നെയുള്ള പരുന്തുംപാറയാണ്. അങ്ങനെ എൻ്റെ 3ാമത്തെ ദിവസത്തെ യാത്രയും സ്റ്റാർട്ട് ചെയ്തു. ഇന്നിറങ്ങിയത് ഒരേ ഒരു പ്ലേസിലോട്ട് പോകാൻ വേണ്ടിയാണ്. കുട്ടിക്കാനത്ത് വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബിൽഡിങ്, ഒരു പഴയ വീട്, അമ്മച്ചിക്കൊട്ടാരം എന്നറിയപ്പെടുന്ന ഒരു പഴയ വീട്. പല സിനിമകളിലും നമ്മൾ അമ്മച്ചിക്കൊട്ടാരം എന്ന് പറഞ്ഞ ഈ വീട് കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് പോയത് എൻ്റെ ഒരു കസിനെയും കൂട്ടിയാണ്. അവനാണെങ്കിൽ പരുന്തുംപാറയും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. സോ ഞാൻ എൻ്റെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ആദ്യം ഇവരെ കൊണ്ട് പരുന്തുംപാറ പോകാം, എന്നിട്ട് അമ്മച്ചിക്കൊട്ടാരം പോകാമെന്ന് പ്ലാൻ ചെയ്തു. രാവിലെ ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലൊക്കെ അത്യാവശ്യം മഞ്ഞും മഴയൊക്കെ കൊണ്ടാണ് ഞങ്ങളന്ന് പോയത്. ഇതേ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിയിലൂടെയാണ് പരുന്തുംപാറയിലോട്ട് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ഉണ്ട് പരുന്തുംപാറയിലേക്ക്. രാവിലെ ആയതുകൊണ്ട് തന്നെ പരുന്തുംപാറയിൽ അത്രയ്ക്ക് സഞ്ചാരികളൊന്നും കാണില്ല എന്നോർത്താണ് ഞങ്ങൾ ചെന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഉള്ള സ്ഥിതി മൊത്തത്തിൽ ഡിഫറൻ്റ് ആയിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച് വന്ന്, പക്ഷേ അവിടെ ചെന്നപ്പോൾ കണ്ടത് വേറൊന്ന്. ഞങ്ങൾ ഏതാണ്ട് 7 മണി കഴിഞ്ഞപ്പോഴേക്കാണ് പരുന്തുംപാറയിലെത്തിയത്. ഞങ്ങളുടെ പ്രതീക്ഷയും അവിടെ ആരും തന്നെ കാണില്ലെന്നാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം സഞ്ചാരികളുണ്ടായിരുന്നു. പരുന്തുംപാറ ഇടുക്കി ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇതുവരെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. പക്ഷേ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്ന ഭൂമനോഹാരിത പരുന്തുംപാറയ്ക്കുണ്ട്. ഇവിടെ തെളിഞ്ഞ ആകാശമാണെങ്കിൽ ശബരിമല കാടുകൾ ഇവിടെ നിന്ന് കാണാമെന്നാണ് ഇവിടുള്ളവർ പറയുന്നത്. കാരണം മകരജ്യോതി ദർശിക്കുവാൻ മണ്ഡലകാലത്ത് അയ്യപ്പഭക്തർ ഇവിടെ എത്താറുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1200ഓളം മീറ്റർ ഹൈറ്റിലാണ് പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 4 പാടും വളരെ ദൂരത്തോളമുള്ള മലനിരകൾ കാണാൻ കഴിയും. മഞ്ഞുമൂടി ഇടയ്ക്കിടെ കാഴ്ച മറയുകയും
താമസിക്കാതെ തന്നെ കാറ്റടിച്ച് ദൂരെയുള്ള മലനിരകൾ പ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് മനോഹരമായ ഒരു അനുഭവമാണ്. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുമരകത്തിനും തേക്കടിക്കും ഇടയിലെ ഇടവേള കേന്ദ്രമായി പരുന്തുംപാറയെ വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾ ജില്ലയിലെ ടൂറിസം വികസന സമിതി തയ്യാറാക്കുന്നുണ്ട്. ഞാൻ പരുന്തുംപാറയിൽ നിന്ന് അടുത്തു പോയത് കുട്ടിക്കാനത്ത് വെച്ച് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്മച്ചി കൊട്ടാരത്തിലോട്ടാണ്. ഈ കാണുന്ന വഴിയിലൂടെയാണ് അമ്മച്ചി കൊട്ടാരത്തിലോട്ട് പോകുന്നത്. നമ്മൾ പല സിനിമകളിലും അമ്മച്ചി കൊട്ടാരം കണ്ടിട്ടുണ്ട്. ലൂസിഫർ, കാർബൺ, അങ്ങനെ പല സിനിമകളിലും. അമ്മച്ചി കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴിയും ഒരു പ്രത്യേക ഭംഗിയാണ്. ചുറ്റും കാടും പച്ചപ്പും മഴയും മഞ്ഞെല്ലാം കൊണ്ട് അമ്മച്ചി കൊട്ടാരത്തിൽ പോകാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അമ്മച്ചി കൊട്ടാരത്തിലോട്ടുള്ള റോഡ് അത്യാവശ്യം മോശമാണ്. ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോയത്. കുട്ടിക്കാലത്ത് തന്നെ നല്ല ഹോട്ടലുള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെ കഴിച്ചിറങ്ങി. ദേ ഈ കാണുന്നതാണ് അമ്മച്ചി കൊട്ടാരത്തിലോട്ടുള്ള എൻട്രി. കോടമഞ്ഞ് മൂടിയ കാട്ടുപാതയിലൂടെയാണ് യാത്ര. കൂറ്റൻ മരങ്ങൾക്ക് നടുവിൽ കൗതുകവും ദുരൂഹവുമായ നാലുകെട്ടും ഇടവഴികളും വലിയ മുറികളും നിറഞ്ഞ വലിയൊരു കൊട്ടാരത്തിലേക്ക്. അതാണ് ഈ കുട്ടിക്കാലത്തുള്ള അമ്മച്ചി കൊട്ടാരം. 200-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ കൊട്ടാരം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു. കൊട്ടാരമെന്ന് പേരുണ്ടെങ്കിലും ഇന്ന് തീർത്തും ജീർണാവസ്ഥയിലാണ്. ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ചരിത്ര പ്രാധാന്യമായ രാജകീയ തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞത് ഈ കൊട്ടാരത്തിൽ നിന്നാണ്. പാചകശാലയ്ക്ക് പിന്നിലുള്ള ഭൂഗർഭ പാതകളുടെ തുടക്കം ഇപ്പോൾ അടഞ്ഞ നിലയിലാണ്. ഇതിലൊരു തുരങ്കം ചെന്നെത്തുന്നത് മൈലുകൾക്കകലെയുള്ള പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്താണ്. ചിദംബരം പിള്ള മെമ്മോറിയൽ സ്കൂളിന് സമീപം ഇപ്പോഴും ഇതിൻ്റെ ശേഷിപ്പുകളുണ്ടെന്നാണ് ഭയപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അത്യാഡംബരം നിറഞ്ഞ കെട്ടിടമായിരുന്നത് ഇന്ന് ജീർണാവസ്ഥയിലാണ്. ഒട്ടേറെ സിനിമകൾക്ക് കൊട്ടാരം ലൊക്കേഷനായിട്ടുണ്ടെങ്കിലും ഫഹദ് ഫാസിൽ നായകനായ കാർബൺ, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങൾ ചിത്രീകരിച്ചതിനെ തുടർന്നാണ് കൊട്ടാരത്തിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയത്. കാലങ്ങളായി പ്രദേശവാസിയായ ധർമ്മലിംഗമാണ് കൊട്ടാരത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. ധർമ്മലിംഗവും കുടുംബവും ഇവിടെ തന്നെയാണ് താമസം. കൊട്ടാരം ചുറ്റിക്കാട്ടുന്നതിനിടെ സഞ്ചാരികളുടെ ഏത് സംശയവും ധർമ്മലിംഗം മറുപടി നൽകും. അപ്പോൾ കുട്ടിക്കാനത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അടുത്ത യാത്രയിൽ കാണാം.